ഗൾഫ് നാടുകൾ മലയാളികളുടെ സ്വപ്നഭൂമിയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മികച്ച ജീവിതം തേടി കടൽ കടന്നവർ പ്രവാസത്തിൻ്റെ ഉഷ്ണഭൂമിയിൽ നിന്ന് നാട്ടിലേക്ക് അയച്ച അറബിപ്പണത്തിൻ്റെ തിളക്കത്തിലായിരുന്നു കേരളത്തിൽ മാറ്റങ്ങളുടെയും വികസനത്തിൻ്റെയും ആദ്യ മുദ്രകൾ തെളിഞ്ഞു തുടങ്ങിയത്. എന്നാൽ ഈ പ്രവാസികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെയും നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ സൃഷ്ടിക്കാനിരിക്കുന്ന പ്രതിസന്ധികളുടെയും ആശങ്ക വെളിപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ആസൂത്രണ ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ട്. പ്രവാസി വരുമാനത്തിൽ ഒരു കാലത്ത് ഒന്നാം സ്ഥാനത്തായിരുന്ന കേരളം ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് പിന്നിലായി. കോവിഡ് മഹാമാരിയെ തുടർന്ന് സ്വാഭാവികമായി ഉണ്ടായ പ്രതിസന്ധിയുടെ തുടർച്ച മാത്രമാണിതെന്ന് കരുതാനാകില്ല. കാരണം കോവിഡിന് മുൻപ് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന മലയാളികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് റിസർവ് ബാങ്കിൻ്റെ ഒരു പഠന റിപ്പോർട്ട് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ റിപ്പോർട്ട് അനുസരിച്ച് 2015 ഗൾഫ് രാജ്യങ്ങളിലേക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് നേടിയവരുടെ എണ്ണം 6 മുതൽ 7 ലക്ഷം വരെ ആയിരുന്നത് 4 വർഷത്തിന് ശേഷം 2019 ഇത് വെറും 3.5 ലക്ഷമായി കുറഞ്ഞു. പിന്നെയും ഒരു വർഷം കഴിഞ്ഞായിരുന്നു കോവിഡ് ഭീഷണി എന്ന് ഓർക്കണം. കോവിഡിന് തൊട്ട് പിറ്റേ വർഷമാകട്ടെ ഇത് വെറും 90,000 ഇടിഞ്ഞു. പ്രതിവർഷം രാജ്യത്തെത്തുന്ന ആകെ പ്രവാസി വരുമാനം 7 ലക്ഷം കോടിയുടേതാണ്. ഇതിൽ 35% ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്കാണെന്നാണ് കേരളത്തിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലുള്ളത്. 2016-17 16.7% എന്ന നിലയിൽ നിന്നാണ് മഹാരാഷ്ട്ര 2020-21 35% എത്തിയത്. കേരളമാകട്ടെ ഇതേ കാലയളവിൽ 19% പ്രവാസി വരുമാനത്തിൽ നിന്ന് 10.2% കൂപ്പുകുത്തുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശമ്പളം കിട്ടുന്ന യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള മലയാളി കുടിയേറ്റം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടെ ഗൾഫ് മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ശമ്പള നിരക്കുകളിൽ വലിയ കുറവ് സംഭവിക്കുകയും ചെയ്തു. കേരളത്തിലേക്കുള്ള പ്രവാസി പണമൊഴുക്കിൽ സംഭവിച്ച കുറവിന് ഈ 2 ഘടകങ്ങളും കാരണമായിട്ടുണ്ട്. കോവിഡിന് ശേഷം തൊഴിൽ നഷ്ടവും മറ്റും കാരണം ആകെ 15 ലക്ഷത്തോളം മലയാളികൾ പല രാജ്യങ്ങളിൽ നിന്നായി കേരളത്തിൽ മടങ്ങിയെത്തിയിട്ടുണ്ടെന്നാണ് നോർക്ക പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. ഈ മടക്കത്തിൻ്റെ 60%-ലധികവും UAE-യിൽ നിന്നും മാത്രമായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്നവർ തന്നെ കോവിഡിന് മുമ്പ് നാട്ടിലേക്ക് അയച്ചിരുന്ന പണത്തിൻ്റെ തോതിലും വലിയ ഇടിവ് സംഭവിച്ചു. ഇതിൻ്റെ എല്ലാം പ്രത്യാഘാതമാണ് ആസൂത്രണ ബോർഡിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ തെളിയുന്നത്. പ്രവാസികളുടെ മടക്കവും പ്രവാസികളുടെ വരുമാനത്തിലെ ഇടിവും അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി പോലെ തന്നെയോ അതിലും ഗുരുതരമോ ആണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഇത് സൃഷ്ടിക്കുന്ന ഞെരുക്കം. മറ്റ് കാരണങ്ങളാൽ ധനഞ്ഞെരുക്കം സംഭവിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇത് പുതിയ വെല്ലുവിളിയായി തീരുകയും ചെയ്യും. മടങ്ങിയെത്തിയ പ്രവാസികളുടെ പുനരധിവാസം സംബന്ധിച്ചാകട്ടെ പ്രഖ്യാപിത പദ്ധതികളൊന്നും പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തിക്കാൻ നമുക്കായിട്ടില്ല. നാട്ടിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സഹായം ഉൾപ്പെടെ പ്രവാസി ക്ഷേമം ലക്ഷ്യമിട്ട പദ്ധതികളുടെ നിലവിലെ സ്ഥിതിവിവര കണക്കുകൾ ലഭ്യമല്ല. പ്രവാസികളുടെ മടക്കവും പ്രവാസി വരുമാനത്തിൽ വന്ന ഭീമമായ കുറവും തിരിച്ചെത്തിയ പ്രവാസികൾക്കായുള്ള ക്ഷേമകാര്യങ്ങളും പഠിക്കാനും സംസ്ഥാനത്തിൻ്റെ വരുമാന ഘടനയിലുണ്ടായ അന്തരം നികത്തുന്നതിനുമുള്ള ബദൽ മാർഗങ്ങൾ ആരായാനും ഇനിയും വൈകിക്കൂടാ. അതിനായി സർക്കാർ പദ്ധതികൾ രൂപപ്പെടുത്തണം, പഠനം നടത്തണം.